പാറൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യണം. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഞാനിന്നൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പത്തനംതിട്ട കോട്ടയം സൈഡിലൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള മീൻകറിയാണിത്. അതിനായിട്ട് ഞാൻ 1 കിലോ ചെറിയ ചൂര കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ മീൻകറി വയ്ക്കുന്ന സമയത്ത് എപ്പോഴും ചട്ടി തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിലോട്ടൊരു 8-10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിലോട്ടിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 7-8 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചതാണ്, അതും ഇതിലോട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ചട്ടിയിൽ നിന്ന് മാറ്റിയ ശേഷം ഇതൊരു മിക്സിയുടെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3.5 സ്പൂൺ മുളക് പൊടിയും ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്. ഇതും ഇതിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്തതും കൂടെ മിക്സാണ്. അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കടുക് പൊട്ടിക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ട് തന്നെ വഴറ്റാം. അതിനുശേഷം ചൂടുവെള്ളം മാത്രമേ ഇനി ഉപയോഗിക്കാവൂ. നല്ല തിളച്ച വെള്ളം, അത് മിക്സിയുടെ ജാറെല്ലാം കഴുകിയതും എല്ലാം കൂടി ചേർത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3 കഷ്ണം കുടംപുളിയാണ്, ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ആ വെള്ളത്തോടു കൂടി തന്നെ അത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചാറിന് ആവശ്യമുള്ള വെള്ളം, ഒരുപാട് വെള്ളവും വേണ്ട, എന്നാൽ ഒരു കണക്കിനുള്ള വെള്ളം മതി. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. ആ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കഷ്ണം ഓരോന്നായിട്ട് എടുത്തിട്ട് കൊടുക്കാം. ഗ്രേവി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഈ എല്ലാ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നന്നായി ഇങ്ങനെ വലുതായിട്ടൊന്ന് ഇളക്കരുത്. ഇനി ഇത് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് വേവിക്കാം. ഈ ചാറെല്ലാം നല്ലതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് എടുക്കാം. കുറച്ച് കറിവേപ്പില അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് കറക്കി ഒന്ന് എടുക്കണം. സ്വാദിഷ്ടമായ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.